പറയുന്നത് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് മീൻസ് അയോധ്യ രാമക്ഷേത്രം ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റോ ഏജൻസിയോ അല്ല. അതിൽ രാഷ്ട്രീയപരമായിട്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്തു അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞു എന്നതിന് ഉപരി അതിന്റെ ടെക്നിക്കാലിറ്റീസ് അല്ലെ അതിന്റെ ലീഗൽ സൈഡ് വെച്ചിട്ടല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റുക ഈ വിഷയത്തിൽ. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു എന്താ പറയാ അതായത് അതിനെ സപ്പോർട്ട് ചെയ്തത് സുപ്രീം കോർട്ടിന്റെ ഒരു വേർഡിക്റ്റ് അനുസരിച്ചാണ്. അല്ലാതെ സെൻട്രൽ ഗവൺമെന്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അവിടെ ഒരു അയോധ്യ രാമക്ഷേത്രം നിർമ്മിക്കുകയല്ല ചെയ്തത്. അപ്പൊ അതിന്റെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് പാർലമെന്റിൽ കൊടുക്കാൻ മാത്രം ഒരു മാൻഡേറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരു RTA ഫയൽ ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് അയോധ്യയിലെ വിഷയങ്ങൾ തിരക്കാൻ പറ്റുമോ? അപ്പൊ അതൊരു രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലുള്ള ഒരു വിഷയമാണ്. അതൊരു പക്ഷേ UP സ്റ്റേറ്റ് ഗവൺമെന്റിൽ ഒരു വിഷയമായി അവതരിപ്പിച്ചാൽ പോലും പാർലമെന്റിൽ അതിപ്പോ ഇത്ര തിടുക്കത്തോടു കൂടി അവതരിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? പ്രത്യേകിച്ച് അതിലൊരു CBI ഈ പറഞ്ഞ പോലെ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു SIT ഫോം ചെയ്തിട്ടുണ്ട്. അവിടെ അന്വേഷണം നടക്കുന്നുണ്ട്. കോടതി അത് നിരീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത് പാർലമെന്റിൽ ഒരു വിഷയമായിട്ട് അവതരിപ്പിക്കണം എന്നൊരു ആവശ്യം ഇവിടെ വരുന്നത്? കാരണം മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം കൊണ്ടുവരിക, അല്ലെങ്കിൽ ഈ റിബൽ MLA മാരുടെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊരു വിഷയം ഉണ്ടാക്കി പാർലമെന്റിൽ നിന്ന് വാക്കൗട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള പാർലമെന്റിൽ നിന്ന് വാക്കൗട്ട് ചെയ്യുന്നത് അപ്പം ജനങ്ങളെ അപമാനിക്കുന്ന പോലല്ലേ? കാരണം ഇവരെയൊക്കെ ഓപ്പോസിഷൻ ലീഡേഴ്സിനെ തെരഞ്ഞെടുത്തത് അല്ല, മിഥുൻ പറയുന്നത് അയോധ്യ ഒരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമേ അല്ല എന്നാണോ? അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അത് മറന്നുപോകരുത്. അത് മാത്രമല്ല, അവിടെ നടന്നിട്ടുള്ള ഈ കൊള്ള കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളെ അടക്കം അവരുടെ വികാരത്തെ ബാധിക്കുന്ന ഒരു വിഷയമല്ലേ മിഥുൻ? അല്ല, തീർച്ചയായിട്ടും അത് വിശ്വാസികളെ ബാധിക്കുന്ന തന്നെയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇവിടെ ശബരിമലയിൽ കൊള്ള നടന്നപ്പോൾ എന്തുകൊണ്ട് പാർലമെന്റിൽ അവതരിപ്പിച്ചില്ല എന്ന് ചോദിച്ചൂടെ? ശബരിമല എന്താ വിശ്വാസികളുടെ വിഷയമല്ലേ? തിരുപ്പതിയിലെ പ്രശ്നങ്ങൾ എന്താ പാർലമെന്റിൽ അവതരിപ്പിക്കാത്തത്? എന്തുകൊണ്ടാണ് ചോദിക്കാത്തത്? അയോധ്യ വന്നു കഴിഞ്ഞാൽ മാത്രം പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിക്കണം. അതിൽ പ്രധാനമന്ത്രി മറുപടി പറയണം. അപ്പൊ പ്രധാനമന്ത്രി അവിടെ പ്രാണപ്രതിഷ്ഠയ്ക്ക് പോയി എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതിന്റെ മറ്റു കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതൊരു ഇൻഡിപെൻഡന്റ് ട്രസ്റ്റിന്റെ കീഴിൽ ഉള്ള ഒരു സംവിധാനമാണ്. അപ്പൊ അതിൽ എന്തിനാണ് പ്രധാനമന്ത്രി മറുപടി പറയണം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഇതിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം, പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിക്കണം എന്നൊക്കെ പറയുന്നത്? പാർലമെന്റിൽ അത് അവതരിപ്പിക്കാനുള്ള എന്ത് ടെക്നിക്കൽ യോഗ്യതയാണ് ആ വിഷയത്തിനുള്ളത്? അതിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ശരിയാണ്, വിശ്വാസികൾ വലിയ രീതിയിൽ ചീറ്റ് ചെയ്യപ്പെട്ടു, അതൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്ത് നടന്നിട്ടുള്ള എല്ലാ ക്ഷേത്ര കൊള്ളകളും പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതുവരെ. ശബരിമല വിഷയം എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അവതരിപ്പിച്ചില്ല പാർലമെന്റിൽ? അങ്ങനെ നമുക്ക് ചോദിച്ചുകൂടെ? ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നതും ഇതും ആക്ച്വലി സെയിം ആണ്. കാരണം എനിക്കൊരു RTA ഫയൽ ചെയ്തിട്ട് പോലും ഈ വിഷയത്തിൽ അന്വേഷിക്കാൻ പറ്റില്ല. അപ്പൊ ഈ വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ ഇത് ഏത് നിയമപ്രകാരമാണ് താങ്കൾ ഈ ഒരു കാര്യം മുന്നോട്ട് വെക്കുന്നത്? അപ്പം ഇതൊരു ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ ട്രസ്റ്റ് ഓഡിറ്റിന് വിധേയമാകണം. ആ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓഡിറ്റ് ചെയ്യപ്പെടണം. അവിടെ SIT രൂപീകരിച്ചിട്ടുണ്ട്, അവർ അന്വേഷിക്കുന്നുണ്ട്. അവരുടെ അന്വേഷണത്തിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ട്രസ്റ്റിലേക്ക് ആളുകളെ തീരുമാനിച്ചതും തെരഞ്ഞെടുത്തതും ഒക്കെ ആരാണ്? അത് കേന്ദ്ര സർക്കാരിന്റെ അറിവോടുകൂടി അല്ലെങ്കിൽ സംഘപരിവാറിന് നേരിട്ടുള്ള ബന്ധമുള്ള ആളുകൾ തന്നെയാണല്ലോ ആ ട്രസ്റ്റിലുള്ളത്. അല്ല, ട്രസ്റ്റിന്റെ ആളുകളൊക്കെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ തെരഞ്ഞെടുത്തത്. അതിൽ ഈ പറഞ്ഞ പോലെ അതിന്റെ ജനറൽ സെക്രട്ടറി ഒക്കെ സംഘപരിവാർ നിയമിച്ചതൊന്നുമല്ല. അതൊരു ഇലക്റ്റഡ് മെക്കാനിസം തന്നെയായിരുന്നു. ആദ്യത്തെ 12 പേരാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത്. അപ്പം ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ മറ്റുള്ളവരെ തെരഞ്ഞെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് പ്രസിഡന്റും അതിന്റെ ജനറൽ സെക്രട്ടറിയും ഈ പറയുന്ന ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ്സ് പോലും അവർ എക്സ് ഒഫീഷ്യോ അധികാരമുള്ള ആളുകളാണ്. അവർക്ക് അതിൽ പ്രത്യേകിച്ച് വോട്ടിംഗ് റൈറ്റ്സ് ഒന്നുമില്ല. അപ്പം ഗവൺമെന്റിന് അതിൽ പ്രത്യേകിച്ച് ഒരു അധികാരവും ഇല്ലാത്ത ഒരു ബോഡിയാണത്. അതിൽ ഈ പറഞ്ഞ പോലെ ട്രസ്റ്റിന് മാത്രമാണ് ഇതിൽ അധികാരമുള്ളത്. അപ്പൊ ട്രസ്റ്റ് ഓഡിറ്റ് ചെയ്യപ്പെടണം. ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ഓഡിറ്റ് ചെയ്യപ്പെടണം. അവിടെ നടന്നിട്ടുള്ള അവിടെ എന്തെങ്കിലും കള്ളത്തരം നടത്തിയിട്ട് അതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരണം. പക്ഷെ ഇത് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടാൻ മാത്രം മെറിറ്റ് ഉള്ള ഒരു വിഷയമാണോ? അല്ലെങ്കിൽ പാർലമെന്റിൽ ഈ ഒരു വിഷയം അവതരിപ്പിക്കപ്പെടണമെങ്കിൽ സമാനമായിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള തട്ടിപ്പുകളൊക്കെ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അന്ന് എന്തുകൊണ്ട് ഈ വിഷയം ഉയർത്തിയില്ല? അല്ലെങ്കിൽ ശബരിമല കൊള്ള നടന്നപ്പോൾ എന്തുകൊണ്ട് നരേന്ദ്രമോദി എന്തുകൊണ്ട് ഇത് പാർലമെന്റ് ഇതിനെക്കുറിച്ച് പറയുന്നില്ല? ഇത്രയും വലിയൊരു തട്ടിപ്പ് കേരളത്തിൽ നടന്നു. ഇത്രയധികം സൗത്ത് ഇന്ത്യയിലെ എല്ലാ വിശ്വാസികളുടെയും ഒരു ട്രസ്റ്റിനെയാണ് ഇവിടെ അന്ന് ബാധിച്ചത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് പാർലമെന്റിൽ ഉയർത്തിയില്ല എന്നും ചോദിച്ചില്ലല്ലോ. അന്ന് ഇങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ തിരുപ്പതിയിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ എല്ലാ വിഷയങ്ങളും എടുത്ത് നോക്കുകയാണെങ്കിൽ സമാനമായ തട്ടിപ്പ് നടന്നപ്പോൾ അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ട് പോലും ആ തട്ടിപ്പുകളിലൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ട് പോലും പാർലമെന്റിൽ ഇങ്ങനത്തുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കണം എന്ന് ഓപ്പോസിഷന്റെ ഭാഗത്ത് ഒരു കാലത്തും ഒരു ആവശ്യം വന്നിട്ടില്ല. പക്ഷേ അയോധ്യ എന്ന് പറയുന്ന അയോധ്യയിലെ രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത്രയധികം ഉത്സാഹം എന്തുകൊണ്ടാണ്? അപ്പൊ അതല്ലേ നമ്മൾ ചോദിക്കേണ്ട കാര്യം അവിടെ?